2 സിനിമകളിൽ അഭിനയിക്കുകയും നിരവധി പേര് ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു എന്ന ആരോപണവുമായി ഒരു നടി രംഗത്തെത്തിയിരുന്നു. കൂടാതെ അവർ നിറയെ ട്രോളുകളിൽ മാത്രം അവർ നിറയുകയും ചെയ്തു. ഇപ്പോൾ അവർ മന്ത്രിമാരുടെയും MLA-മാരുടെയൊക്കെ പേരുകൾ ചേർത്ത് ലിസ്റ്റ് അങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിൽ തന്നെ പല സംവിധായകരുടെയും പലരുടെയും കഥകൾ കുത്തി നിറയ്ക്കുകയും ഇപ്പോൾ മന്ത്രിമാരെ MLA-മാരും വരെ എത്തി നിൽക്കുകയാണ് അവരുടെ ലിസ്റ്റ്. ഇവരെയൊക്കെ കുറിച്ച് എന്ത് പറയാനാണ് ധന്യ? സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി ഇങ്ങനെയുള്ള ആൾക്കാരെ കാരണം ആ നീതി നിഷേധമല്ലേ ഇനി നടക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ 2 സിനിമയിൽ അഭിനയിച്ച നടിയാണ്. ഇപ്പോൾ ചൂഷണം എന്ന് പറയുന്നത് നമ്മൾ ചെന്ന് കയറിക്കൊടുത്ത് ചൂഷണം ഏറ്റുവാങ്ങാറുണ്ട്, അല്ലാതെ നമ്മൾ പോലും അറിയാതെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ചെന്ന് കയറിക്കൊടുത്ത് ചൂഷണം വാങ്ങുന്നവരെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പിന്നീട് വന്നിരുന്ന് പല ഉദ്ദേശങ്ങളോടുകൂടിയും അവർ പല മാധ്യമങ്ങളോടും, കാരണം അവരുടെ വാർത്തകൾ ആളുകളുടെ പേര് വിളിച്ചു പറയുമ്പോൾ റീച്ച് കിട്ടും എന്നുള്ളത് നോക്കി കുറെ ആളുകൾ അതിൻ്റെ പുറകെ പോയി അവർ വായിൽ തോന്നുന്നത്, ഈ കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ വായിൽ തോന്നുന്നതെല്ലാം, അതായത് ഇനി സിനിമയിൽ എനിക്ക് തോന്നുന്നില്ല ഒരു നടന്മാരും ഇവരെ പീഡിപ്പിക്കാനുണ്ട് എന്ന്. സകല നടന്മാരും പീഡിപ്പിച്ചിട്ടുണ്ട്, അത്യാവശ്യം സംവിധായകന്മാരും, 2 മന്ത്രിമാർ, 17 ഭരണപക്ഷത്തിരിക്കുന്ന MLA-മാർ, 17 MLA-മാർ. അപ്പോൾ അതിനുശേഷം ഇവർ പറയുന്നത്, നിങ്ങൾക്ക് നാണമുണ്ട് എങ്കിൽ നിങ്ങൾ രാജിവെച്ച് പോകണം. അതായത് ഒരു ഭീഷണിയാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ ഉടനെ പത്രസമ്മേളനം വിളിച്ച് ഇവരുടെയൊക്കെ പേര് പറയുമെന്നുള്ളൊരു ഭീഷണിയും കൂടെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം വാങ്ങാനുള്ള തന്ത്രം അത് തന്നെയാണ്. ഇപ്പോൾ മുകേഷിനെതിരെ ഈ പറയുന്ന നടി ഒരു പരാതി കൊടുത്തു. മുകേഷിനെ സംബന്ധിച്ച്, മുകേഷിനെ കുറിച്ച് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മുകേഷിൻ്റെ ആദ്യ ഭാര്യ, 2ാമത്തെ ഭാര്യ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഈ സ്ത്രീയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മുകേഷിനെതിരെ പരാതി വന്നപ്പോൾ മുകേഷിൻ്റെ 2ാം ഭാര്യയായ മേതിൽ ദേവിക തന്നെ വന്നു പറഞ്ഞു, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ഇവർ പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളത് അവർ തന്നെ വന്ന് പറയുകയുണ്ടായി. അതിനുശേഷം മുകേഷ് കോടതിയിലെത്തി. പിന്നീട് ഇവർ അയച്ച മെസ്സേജുകൾ കാണിച്ചു. അപ്പോഴും നമ്മളൊക്കെ കണ്ടതാണ്, ഇവർക്ക് എന്താ കിളി പോയിരിക്കുകയാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ഒരു പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ, നെറേറ്റീവ് കേൾക്കുമ്പോൾ അറിയാം എന്നാണ്, അത് ഉഭയസമ്മതപ്രകാരമുള്ളതായിരിക്കാമെന്ന് അവർ ചോദിച്ചില്ലേ. എന്തായാലും പീഡിപ്പിച്ചതല്ലേ, പൈസ തന്നൂടെ? പൈസ തരിക മാത്രമല്ല, ഇവർ പറയുന്നത് അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് വേണ്ടേ, എനിക്ക് സിനിമ വേണ്ടേ, അപ്പോൾ ഞാൻ ഇവരുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചല്ലേ കഴിയൂ. അവർ പീഡനത്തെ കുറിച്ച് വിചാരിച്ചു, അവരുടെ പീഡനം എന്ന കൺസെപ്റ്റ് തന്നെ വ്യത്യാസമാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്ന തെറ്റായിട്ടാണ്. ഈ കാര്യം അവർ സംഭവം കഴിഞ്ഞിട്ട് അവർ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ അത് പീഡനം എന്നാണ് അവർ മനസ്സിലാക്കി. ഉദ്ദേശിച്ച കാര്യം നടന്നാൽ അത് പീഡനമല്ല, നടന്നില്ലെങ്കിൽ അത് പീഡനം എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ജയസൂര്യക്കെതിരെ സെക്രട്ടേറിയറ്റിന്റെ ശുചിമുറിയിൽ വച്ച് കെട്ടിപ്പിടിച്ചു എന്നാണ് ജയസൂര്യക്കെതിരെയുള്ള പരാതി. അപ്പൊ ഈ 7 പേർക്കെതിരെയാണ് ഇവർ ആ FIR-ൽ പരാതി നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം നിവിൻ പോളിയുടെ കേസ് വന്നു, അത് നിന്നില്ല. കാരണം നിവിൻ പോളിക്ക് കൃത്യമായി ബോധ്യമുണ്ട്, താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് നിവിൻ പോളി രംഗത്ത് വന്നു, മാധ്യമങ്ങളോട് സംസാരിച്ചു. പിന്നെ ആ കേസ് എങ്ങോട്ട് പോയെന്നറിയില്ല, അത് ഫേക്ക് ആണെന്ന് തെളിഞ്ഞു, അത് അതിൻ്റെ വഴിക്ക് പോയി. പക്ഷേ അതിനുശേഷം ഇവർ നിരന്തരം നമ്മുടെ മാധ്യമ പ്രവർത്തന രീതിയിൽ ഒരു ഇരയുടെ പേരോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേരോ പറയില്ല. പക്ഷേ ഒരു ഓൺലൈൻ മാധ്യമം ഒരു സിനിമാ നടിയുടെ, എനിക്ക് തോന്നുന്നു എയർഫോഴ്സിലോ ISRO വർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് അവരെ കല്യാണം കഴിച്ചത്. ഈ ഇടയ്ക്കാണ് അവരുടെ വിവാഹമൊക്കെ നടന്നത്. അവരുടെ പേര് വച്ചിട്ട്, അതായത് ബാലചന്ദ്ര മേനോൻ എന്ന സംവിധായകന് കൂടെ കിടക്കണമെങ്കിൽ ഈ നടി വേണം എന്ന് പറഞ്ഞ് അവരുടെ പേര് വച്ചിട്ടാണ്. അങ്ങനെ ആ നടിക്ക് ഇവരുടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അല്ല, അങ്ങനെ ഒരു മാധ്യമം ചെയ്യണമെങ്കിൽ ആ നടിയുടെ അവർ പറഞ്ഞിട്ടില്ല ഞാൻ പീഡനത്തിനിരയായിട്ടുണ്ടെന്ന്, എന്നെ ഈ സംവിധായകൻ പീഡിപ്പിച്ചു എന്ന് അവർ പറഞ്ഞിട്ടില്ല, എനിക്ക് ആ സംവിധായകനിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്ന് അവർ പറയാതെ എങ്ങനെ ഈ മാധ്യമം അവരുടെ പേര് വെച്ചു? ആ മാധ്യമത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണ്ടേ? ശക്തമായ രീതിയിൽ പോലീസ് ആ മാധ്യമത്തിനെതിരെ സ്വമേധയാ കേസെടുക്കണമെന്നാണ്. ആ സ്ത്രീ പരാതി കൊടുത്തില്ലെങ്കിൽ പോലും, കാരണം ഒരു സ്ത്രീയെ കുറിച്ച് ഡൗട്ട് ചോദിക്കട്ടെ, ഈ പറയുന്ന സ്ത്രീ
ഇപ്പൊ MLA-മാരുടെ പേരിലും ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീ ഇത് പരാതിയായിട്ട് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതേ മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രം വിളമ്പുന്നതാണ്? ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രം അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ നിയമപരമായി നീങ്ങട്ടെ, അല്ലാതെ മാധ്യമത്തിന്റെ മുന്നിലല്ല ഇത് പറയാം. ഇപ്പൊ കലാഭവൻ മണിയെ കുറിച്ച്, ഇപ്പൊ മരിച്ചുപോയ മാമുക്കോയെ കുറിച്ച് അലിഗേഷൻസുമായി ഒരു പെൺകുട്ടി വന്നു. ഇപ്പൊ കലാഭവൻ മണിയെ കുറിച്ച് ഇവർ തന്നെ പറയുന്നു, കലാഭവൻ മണി ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അവസാനം കാല് പിടിച്ചു, പാട്ടൊക്കെ പാടിക്കൊടുത്തു എന്ന്. കലാഭവൻ മണി ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കാം. മരണപ്പെട്ടു പോയ ഒരാളുടെ പേര് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ആ വ്യക്തിയോട് പോയി ചോദിക്കാൻ കഴിയുന്നത്? മാത്രമല്ല, ഈ മന്ത്രിമാരും MLA-മാരുടെയും ഒക്കെ പേര് പറയുമ്പോൾ ഇവരൊക്കെ നാളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും വെച്ച് ഇവരോട് സംസാരിക്കും, എന്റെ പേരുണ്ടോ, അപ്പൊ ഇത്ര ലക്ഷം രൂപ ഞാൻ നിങ്ങളുടെ പേര് പറയില്ല, ഞാൻ നിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കാം. കാരണം ആരുടെ പേര്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏത് സ്ത്രീക്കും ആരുടെയും പേര് വിളിച്ചു പറയാം, പീഡിപ്പിച്ചില്ലെങ്കിൽ പോലും. ഇപ്പൊ ഇന്നലെ സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേസിൽ സിദ്ദിഖിനെ 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയുമ്പോഴും കോടതി ചോദിച്ചത് ഈ 8 വർഷക്കാലം എവിടെ പോയിരുന്നു എന്നാണ് കോടതി ചോദിച്ചത്. എത്ര മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് വന്നാലും 1-2 വർഷം അത് കഴിയുമ്പോൾ നമ്മളായി തന്നെ മാറാൻ നമുക്ക് പറ്റിയെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ അതിന്റെ പുറകെ പോകരുത് എന്നാണ് കോടതി തന്നെ പറയുന്നത്. അപ്പോൾ ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ സ്ത്രീ ഓരോ ദിവസവും വന്നിരുന്ന ഇപ്പൊ ഇവരുടെയൊക്കെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ ബാലചന്ദ്ര മേനോൻ 3 സ്ത്രീകളെ ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, വിവസ്ത്രയാക്കി കിടത്തി എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടികൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എനിക്കറിയില്ല, ഇവർ ഇത്രയും കള്ളങ്ങൾ പറയുന്നത് കൊണ്ട് ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല, ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ ഇവർ ഈ ബാലചന്ദ്ര മേനോന്റെ കുടുംബം, ഈ ബാലചന്ദ്ര മേനോന്റെ കൂടെ കിടക്കണമെന്ന് പറയുന്ന ഈ നടിയുടെ കുടുംബം, ഈ പറയുന്ന സ്ത്രീകളുടെ ഒക്കെ കുടുംബങ്ങളുടെ അവസ്ഥ, അവരുടെയൊക്കെ മക്കൾ, അല്ല ഇവർക്ക് ഏറ്റ പീഡനം തുറന്നു പറയാം, പക്ഷെ മറ്റു സ്ത്രീകളുടെ ഇപ്പോ ഇവിടെ വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. ഒരു DGP-യുടെ മകളെ 5 ദിവസം മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു. മോഹൻലാൽ ആണോ അതിന്റെ ആള് എന്ന് ചോദിച്ചപ്പോൾ ആയിരിക്കാം. ഒരു DGP-യുടെ മകളാണ്, DGP-യുടെ മകളെ 5 ദിവസം റൂമിൽ പൂട്ടിയിട്ട്, ഇതൊക്കെ എനിക്കറിയില്ല ഇവരെ കയറൂഴി വിട്ടിരിക്കുകയാണോ നമ്മുടെ നിയമവ്യവസ്ഥ എന്നുള്ളതാണ്. അന്വേഷണ വിധേയമാക്കണം. തീർച്ചയായിട്ടും ഇവരുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് തെളിഞ്ഞാൽ, പരാതിയല്ല ആരോപണങ്ങൾ, ഇവരാരുടെയൊക്കെ പേര് വെച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു അവരെല്ലാവരും ചേർന്ന് പരാതി നൽകി. ഇവരുടെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് തെളിയുകയാണെങ്കിൽ ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും. കാരണം അത് ഇനി ഒരാൾക്ക് വ്യാജ പരാതിയുമായി വരാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു പേടി ഉണ്ടാകുന്ന രീതിയിലുള്ള കൃത്യമായ ഒരു നടപടി ഇവർക്കെതിരെ നിയമപരമായി തന്നെ ഉണ്ടാകേണ്ടത്. ഇവർ അടുത്ത് പരാതി കൊടുക്കാൻ പോകുന്നത് ആർക്കെതിരെ എന്നറിയാവോ? ഡോക്ടർ അരുൺകുമാറിനെതിരെ. അരുൺകുമാർ പരാതി കൊടുക്കുമെന്ന് അരുൺകുമാറിനോട് തന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് അരുൺകുമാർ സ്റ്റുഡിയോയിൽ ഇരുത്തി ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇവരെ ചോദ്യങ്ങൾ ചോദിക്കാൻ അരുൺകുമാർ ആരാണ്, ആ രീതിയിലാണ് ഇവർ പരാതി കൊടുക്കാൻ പോകുന്നത്. ഇവിടെയുള്ളവർ കേട്ട് വിശ്വസിച്ച് മിണ്ടാതിരിക്കണം. അപ്പോൾ ആർക്കെതിരെയും വന്ന് എനിക്ക് തോന്നുന്നു സിനിമാ മേഖലയിൽ ഇനി ആരുമില്ല. നമുക്കെതിരെ കൂടെ പരാതി കൊടുത്തെങ്കിൽ തീർച്ചയായും നമ്മൾ സ്ത്രീകളായതുകൊണ്ട് ഏത് രീതിയിൽ പീഡിപ്പിച്ചു എന്നുള്ളത് ഇനി കുഴപ്പമില്ല. അവരെ പറ്റി അനാവശ്യം പറഞ്ഞു ദയവേത് ആ സ്ത്രീ ഇത് കണ്ടാൽ മതിയായിരുന്നു. കാരണം നമുക്കെതിരെ കൂടെ പരാതി കൊടുത്തെങ്കിൽ അല്ലെ നമുക്കും അതിൽ ഭാഗം അല്ലെ. ഇനി നമുക്കെതിരെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു പരാതി കൊടുക്കാൻ. ഈ പീഡനം അല്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കെതിരെ പരാതി കൊടുക്കുന്നത്. കാരണം ഇതൊരു ലൈംഗിക പീഡനത്തിൽ മാത്രമേ താല്പര്യം. ഇതൊരു ബാർഗെയിനിങ് തന്ത്രമാണ്. അതായത് പണിയെടുത്ത് ജീവിക്കാൻ കഴിയില്ല, ശരീരം വേർത്ത് ശീലമില്ല, നേരെ രീതിയിൽ ശരീരം വേർത്ത് ശീലമില്ല, അപ്പോ പണിയെടുത്ത് ജീവിക്കാനും കഴിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ആളുകളെ ഇത്തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആദ്യം പറഞ്ഞു ഭർത്താവ് ഇംഗ്ലണ്ടിലോ അമേരിക്കയിലാണോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നീട് പറയുന്നു സിംഗിൾ പാരന്റ് ആയതുകൊണ്ടാണ് ഞാൻ മുകേഷിൽ നിന്ന് 25,000 രൂപ ചോദിച്ചത് എന്ന്. പിന്നീട് പറയുന്നു മുകേഷുമായി എനിക്ക് പീഡിപ്പിച്ചതിന് ശേഷവും നല്ല ആത്മസുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പരാതി കൊടുത്തത്? ആത്മസുഹൃത്തുക്കളായിരുന്നു എന്തിനാണ് പരാതി കൊടുത്തത്? ഇതൊക്കെ ഒരു സത്യത്തിൽ നമുക്ക് ഈ സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകളുണ്ട്. സിനിമാ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലും ഏത് തൊഴിലിടത്തും
സ്ത്രീകൾ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട്. പലരും അത് പുറത്ത് പറയുന്നില്ല. ചിലർ ധൈര്യത്തോടെ വന്ന് ആ സമയത്ത് തന്നെ പ്രതികരിക്കുന്നു, ചിലർ പുറത്ത് പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം സ്ത്രീകൾക്കൊരു വളരെ നാണക്കേട് ഉണ്ടാക്കുന്നതാണ് ഈ സ്ത്രീയുടെ, അതായത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റീച്ച് കിട്ടാനായി ഇവരുടെ പുറകെ ഓടുകയാണ്. ഇവർ ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതിനെ വാർത്തയാക്കുന്നതിൽ തെറ്റില്ല. എല്ലാവരും ഇപ്പം നമ്മളും റീച്ചിന് വേണ്ടി തന്നെയാണ് വാർത്ത ചെയ്യുന്നത്. ഒരു പരിധി വരെ, ഒരു പരിധിക്കപ്പുറം നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം കൂടിയുണ്ട്. അത് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി കാര്യങ്ങൾ എത്തിക്കണമെന്നുള്ള ഒരു അസൈൻമെന്റ് കൂടി നമ്മളെ മുന്നിലുണ്ട്. അങ്ങനെ ഇല്ലാത്തവർ, ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പൊതുശല്യം എന്ന് പറഞ്ഞ കേസ് ഫയൽ ചെയ്ത, ഒരു പൊതുശല്യം എന്ന് പറഞ്ഞ കേസ് ഫയൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്നെ അതിനേക്കാളും കൂടുതൽ അതിശയിപ്പിച്ചത് ഒരു നടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഓൺലൈൻ മാധ്യമം പേര് വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവരുടെ പേര് എഴുതി, ആ നടിയുടെ പേര് എഴുതിക്കൊണ്ട് ബാലചന്ദ്ര മേനോന് കൂടെ കിടക്കണമെങ്കിൽ ആ നടിയുടെ പേര് പറഞ്ഞുകൊണ്ട് എനിക്കങ്ങ് അതിശയം തോന്നിപ്പോയി. കാരണം ആ നടി മുന്നിൽ വന്നതെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്, ഞാൻ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഈ ബാലേന്ദ്ര മേനോന്റെ മുന്നിൽ കിടന്നു എന്ന് ഇവർ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമായിരിക്കും, ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. ആ 3 പെൺകുട്ടികൾ വന്ന് പരാതി പറഞ്ഞിട്ടില്ല. അല്ല, ഈ സ്ത്രീകളോട് അത്രയ്ക്ക് സിമ്പതി ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ പറയുന്ന സമയത്ത് ഇവർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, ആ സമയത്ത് ആ പെൺകുട്ടികളെ രക്ഷിക്കാൻ ഇവർ എന്തുകൊണ്ട് ഇവർ അത്രയും ഭയങ്കര ഇതായിട്ട് ജീവിക്കുന്ന സ്ത്രീയാണെങ്കിൽ രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ ബാലചന്ദ്ര മേനോൻ വിളിച്ചപ്പോ ഓടി ചെന്ന എന്തിനാ? ഈ ഒരു ദിവസം പോയി പിറ്റേ ദിവസം മാസ്റ്റർബേഷൻ ചെയ്ത് ശരീരത്തിൽ ഒഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ചെയ്യുന്നത് വരെ ഇവരെന്തിനാ നോക്കി നിന്നത്? ഒരു സിനിമയുടെ ക്ലിപ്പിംഗ് ഉണ്ടല്ലോ, എന്താണെന്ന് അറിയണമല്ലോ. ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിന് പോയിട്ട് വരുമ്പോ അത് കത്ത് തന്നു, അപ്പൊ അത് എന്താണെന്ന് അറിയണമല്ലോ. ഇന്നലെ ഞാനൊരു തമാശയുടെ ഒരു വീഡിയോ കണ്ടു. അതിലൊരു സ്ത്രീ പറയുകയാണ്, സാറേ ജോലിയെല്ലാം കഴിഞ്ഞ് അടുത്ത് ജോലിക്ക് പോകാൻ, വീട്ടു ജോലിയെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ബസ് കിട്ടിയില്ല. അപ്പോൾ ഒരു ചെറുക്കൻ വന്ന് എന്നോട് ചോദിച്ചു പോരുന്നുണ്ടോ എന്ന്. നമ്മൾ ആരെങ്കിലും പരിചയമില്ലാത്ത ആരുടെയെങ്കിലും വണ്ടി കയറുമോ സാറേ? ഇല്ല, പക്ഷെ ഞാൻ കയറി. അതുപോലെയാണ്. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നു പിന്നെ അവൻ ചായ കുടിക്കാന്ന് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും പരിചയമില്ലാത്ത ആളെ കൂടെ പോയി ചായ കുടിക്കുമോ സാറേ? അപ്പൊ പോലീസുകാർ പറയുന്നു ഇല്ല, പക്ഷെ ഞാൻ എനിക്ക് കാപ്പി മതിയെന്ന്. അപ്പൊ അതിന് ശേഷം അവർ ചോദ്യം ചോദിക്കുക എന്നോട്, നമുക്കൊരു സിനിമയ്ക്ക് പോയാലെന്ന്, പരിചയമില്ലാത്ത ആരോടെങ്കിലും നമ്മൾ സിനിമയ്ക്ക് പോവുമോ? ഇല്ല, പക്ഷെ ഞാൻ പോയി. സിനിമ കണ്ടോ? സിനിമയൊക്കെ ആര് കണ്ട്? അതുപോലെ എനിക്ക് അത് കണ്ടപ്പോ എനിക്ക് ഇവരെ മുഖമാണ് ഓർമ്മ വന്നത്. പരിചയമില്ലാത്തവർ വിളിക്കുമ്പോഴെല്ലാം കയറി ചെല്ലും. അത് കഴിഞ്ഞിട്ട് അവരോട് പണം ചോദിക്കും. പണം കൊടുക്കാതിരിക്കുമ്പോൾ അവർക്കെതിരെ കേസ്. വേറെ ആരെങ്കിലും പൈസ കൊടുത്തിട്ട് ഇന്ന ലിസ്റ്റിലുള്ള പേര് പറയൂ എന്ന് പറയുന്നുണ്ടോ? അതും അറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ട് ചേച്ചി, ലേശം നാണ ഉളുപ്പ് ഇല്ലാത്തവരോട് എങ്ങനെ ചോദിക്കാനാണ്? ശരിയാ, ലേശം ഉളുപ്പ്. അതെ.